വിദ്യാഭ്യാസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരു പുതിയ വീട് വാങ്ങുമ്പോൾ ആ വീട്ടിൽ നിന്നും സ്കൂളുകളിലേക്ക് എത്ര ദൂരമുണ്ടെന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും ചാർട്ടർ സ്കൂളിൽ നിന്നും വളരെ അടുത്തായി ഒരു മനോഹരമായിട്ടുള്ള വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്താണ്. 4.4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട്. ആ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 200 മീറ്റർ മാത്രമാണ്. ചാർട്ടർ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീട്ടിൽ നിന്നും കിഴക്കമ്പലം ജംഗ്ഷനിലേക്കും പുക്കാട്ടൂരി ജംഗ്ഷനിലേക്കും വരുന്നത് വെറും 2 കിലോമീറ്റർ മാത്രമാണ്. ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായി ഒരു എ ടൈപ്പ് സ്ട്രക്ചറാണ് നൽകിയിരിക്കുന്നത്. അവിടെ എ ടൈപ്പ് സ്ട്രക്ചറിൻ്റെ അടിയിലായി ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായി ഡിഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. ബാൽക്കണിയുടെ അടിയിലായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. ഈ വീടിൻ്റെ മതിലിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് മതിലിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയായി ബോക്സ് ടൈപ്പ് ഡിസൈനും നൽകിയിരിക്കുന്നു. ബോക്സ് ടൈപ്പ് ഡിസൈനിൻ്റെ ഉള്ളിൽ ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത് സ്ലൈഡിംഗ് ഗേറ്റാണ്. ഈ ഭാഗത്തായി സ്ക്വയർ ട്യൂബ് ഡിസൈൻ HPL ഷീറ്റും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്ന വലിയ പഞ്ചായത്ത് റോഡാണ്. ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റും കൂടി ലഭ്യമാണ്. നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ട് നോക്കാം. ഗേറ്റ് തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൽ വിരിച്ചിട്ടുള്ളത് കടപ്പാക്കല്ലും ഇടയിൽ സിന്തറ്റിക് ഗ്ലാസുമാണ്. കാർ പോർച്ചിൻ്റെ ഈ ഭാഗത്തായി 3 വാളിലുള്ള ഒരു ജനലും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ളൊരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ക്ലാഡിംഗ് ടൈലും ഇവിടെ ഒരു മാറ്റ് ഫിനിഷുള്ള ടൈലുമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റർ ബോക്സും നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ 2 വാഹനം പാർക്ക് ചെയ്യാം. ഒരു വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം, ഒരു വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാം. ഈ ഭാഗത്തായിട്ടൊരു ടെറാക്കോട്ട ഡിസൈനുള്ള ടൈല് നൽകിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സും നൽകിയിരിക്കുന്നു. പ്ലാന്റർ ബോക്സിൽ കലാത്തിയ പ്ലാന്റാണ് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യം കൂടി ലഭ്യമാണ്. കിണർ വെള്ളവും വാട്ടർ കണക്ഷനും ഇവിടെ ലഭ്യമാണ്. വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ 2 സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. 2 വാളിയായിട്ടാണ് മെയിൻ ഡോർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വാളിയും ഇവിടെ ഒരു വാളിയും. ഇവിടെ 2 ഹാൻഡിലുകളും നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു മെയിൻ ഡോറാണ് ഇത്. മെയിൻ ഡോർ നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൽ വിരിച്ചിട്ടുള്ളത് നല്ല വലിപ്പമുള്ള ടൈലാണ്. ഇവിടെ 3 വാളിലുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ബോർഡർ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 ഫേസ് കണക്ഷൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള പർഗോളകളും നൽകിയിരിക്കുന്നു. ഇവിടെ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിൽ ചാക്കോ പാനലാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഗോൾഡൻ സ്ട്രിപ്സ് ആണ് നൽകിയിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ അടിയിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും കൂടി ലഭ്യമാണ്. ഈ ഭാഗത്തായിട്ടാണ് ക്യൂരിയോസ് ഷെൽഫ് വരുന്നത്. ക്യൂരിയോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ മുകളിലായി ഒരു ലെഡ്ജും കൂടി ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസ് നോക്കാം. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇവിടെ ധാരാളം ക്യൂരിയോസ് ഷെൽഫും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള 10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ. ഈ ഭാഗത്തായി ഒരു നല്ല മനോഹരമായിട്ടുള്ള വാൾപേപ്പർ നൽകിയിരിക്കുന്നു. ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗം നല്ല മനോഹരമായി നമുക്ക് കാണാം. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വാഷ് കൗണ്ടറാണ് ഇത്. ഇവിടെയായി കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. വാഷ് ബേസിൻ വരുന്നത് സെറൈലിൻ്റെ വാഷ് ബേസിനാണ്. ഇവിടെ ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇടയിൽ ഗോൾഡൻ സ്ട്രിപ്സും കൊടുത്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഇവിടെയായി ധാരാളം സ്റ്റോറേജ് സ്പേസുകളും ലഭ്യമാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ പെനിൻസുല കൗണ്ടർ ടോപ്പാണ് നൽകിയിട്ടുള്ളത്.
ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആർക്കി ഡ്രൈവും കൂടി ലഭ്യമാണ്. ഈ ഭാഗത്തായി ലൂവർ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ലൂവറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഇവിടെ ഗോൾഡൻ സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെ ക്യൂരിയോ സ്പേസും ലഭ്യമാണ്. ക്യൂരിയോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും കൂടി ലഭ്യമാണ്. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ള കിച്ചണാണ് ഇത്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. ഇവിടെ ഗ്ലോസി ടൈൽ, വൈറ്റ് കളറിലുള്ള ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ 3 വാളയുടെ ഒരു ജനലും നൽകിയിരിക്കുന്നു. ഇവിടെ 2 വാളയുള്ള ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൻ്റെ ടൈൽ വരുന്നത് ഒരു വുഡ് ഡിസൈനിലാണ്. വുഡ് ഡിസൈനിൽ തന്നെയാണ് മുകളിലും താഴെയുമുള്ള സ്റ്റോറേജ് സ്പേസും ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. ഇവിടെ 2 ടാപ്പും നൽകിയിരിക്കുന്നു. കിച്ചണ് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ലഭ്യമാണ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. 1ാമത്തെ ബെഡ്റൂമാണ് അത്, 2ാമത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് 1ാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് 1ാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 1ാമത്തെ ബെഡ്റൂം. എൻ്റെ പുറകിലായി 2 വാളയുള്ള ഒരു ജനലും നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളയുള്ള ഒരു ജനലും കാണാം. അതായി 2 വാളയുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. നല്ല സ്റ്റോറേജ് സ്പേസും കൂടി ഇവിടെ ലഭ്യമാണ്. ഈ ഭാഗത്തായി ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ മിററാണ് നൽകിയിരിക്കുന്നത്. അടിയിൽ സ്റ്റോറേജ് സ്പേസും കൂടി ലഭ്യമാണ്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോറ് വരുന്നത് ഫൈബറിലാണ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ വെറ്റും ഡ്രൈയും ആയിട്ടുള്ള സ്പേസാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെ ടാപ്പ്, ഇവിടെ ക്ലോസറ്റ്, ഇവിടെ ആയിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. നേരത്തെ പറഞ്ഞ പോലത്തെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ഇവിടെ 2 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും 3 വാളയുടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെറിയൊരു വർക്കിംഗ് ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെ വാർഡ്രോബും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു മിററും ലഭ്യമാണ്. ഇതാണ് ബാത്റൂം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലും വെർട്ടിക്കൽ സ്ക്വയർ ട്യൂബിലുമാണ്. സ്റ്റെപ്പ് വരുന്നത് വുഡൻ ഡിസൈനുള്ള ടൈലാണ്. ഇവിടെ ഒരു ഫുഡ് ലാമ്പ് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് നോക്കാം. ഇവിടെ ഒരു പർഗോളകളും നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് വരെ നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസ് 2 ഭാഗമാണ്. ഒരു ഭാഗം ഇവിടെയും 2ാമത്തെ ഭാഗം അവിടെയുമാണ്. 2ാമത്തെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഷാൻഡിലിയർ കൂടി ലഭ്യമാണ്. 2ാമത്തെ ഭാഗത്തേക്ക് പോകുന്ന വഴി ഒരു ആർക്കി ഡ്രൈവ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളയുള്ള ഒരു ജനൽ, ഇവിടെ 2 വാളയുള്ള ഒരു ജനലും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള വാൾപേപ്പറും നൽകിയിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ അടിയിലായി സ്റ്റോറേജ് സ്പേസും കൂടി ലഭ്യമാണ്. ഇവിടെ LED ലൈറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. മുകളിലായി എല്ലാ സ്ഥലത്തും ഫോൾ സീലിംഗ് വർക്കാണ് നൽകിയിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂമാണ് ഇത്. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. എൻ്റെ പുറകിലായി 2 വാളയുള്ള ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി 2 വാളയുള്ള വാർഡ്രോബും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു മിറർ നൽകിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഡോറ് വരുന്നത് ഫൈബറിലാണ്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂം നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2ാമത്തെ ബെഡ്റൂം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 3 വാളുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ 2 വാളുള്ള ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വാളുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൂടി ലഭ്യമാണ്. ഇവിടെ ഒരു മിറർ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും കൂടി ലഭ്യമാണ്. ഇവിടെ നിഷുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഡ്രസ് വർക്ക് നൽകിയിരിക്കുന്നു.
ഇവിടെ ഒരു ടാപ്പും വാഷിംഗ് മെഷീൻ്റെ ഒരു ടാപ്പും ഇവിടെ ഒരു പോയിന്റ് കൂടി ലഭ്യമാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത്. ഇതാണ് ബാൽക്കണി. നല്ല നീളത്തിലുള്ള ബാൽക്കണിയാണ് ഇത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു പില്ലർ കൂടി നൽകിയിട്ടുണ്ട്. പില്ലറിൽ ക്ലാഡിംഗ് ടൈലും ഇവിടെ മാറ്റ് ഫിനിഷുള്ള ടൈലുമാണ് നൽകിയിട്ടുള്ളത്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും നൽകിയിരിക്കുന്നു. 4.4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 200 മീറ്റർ മാത്രമാണ്. കിഴക്കമ്പലം ജംഗ്ഷനിലേക്കും പൂക്കാട്ടോടി ജംഗ്ഷനിലേക്കും വരുന്നത് ദൂരം 2 കിലോമീറ്ററും ചാർട്ടർ സ്കൂളും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും വരുന്ന ദൂരം 1 കിലോമീറ്ററുമാണ്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.